Hi everyone. Today we are going to learn the phrase nothing but and anything but. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നത്തിങ് ബട്ട് എനിത്തിങ് ബട്ട് ഈ രണ്ട് ഫ്രേസുകളും തമ്മിലുള്ള വ്യത്യാസം വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചു പോകാം. അപ്പോൾ നമ്മൾ സാധാരണ പറയാറില്ലേ, അവൾ എപ്പോഴും ക്രിക്കറ്റിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക, വേറെ ഒന്നിനും സംസാരിക്കാറില്ല. അല്ലെങ്കിൽ അവൾ അത് മാത്രമാണ് കണ്ടത്, വേറൊന്നും കണ്ടില്ല. ഇങ്ങനെ ഒരു കാര്യത്തിൽ മാത്രം താല്പര്യം മറ്റൊന്നിലുമില്ല എന്ന് പറയാനാണ് നമ്മൾ എന്ത് വയ്ക്കുക, നത്തിങ് ബട്ട് വയ്ക്കുക കേട്ടോ. നത്തിങ് ബട്ട്. സീ ദ എക്സാമ്പിൾ. ഞാൻ കാപ്പി മാത്രമേ കുടിക്കാറ്, വേറെ ഒന്നും കുടിക്കാറില്ല. ഐ ഡ്രിങ്ക് നത്തിങ് ബട്ട് കോഫി. ഐ ഡ്രിങ്ക് നത്തിങ് ബട്ട് കോഫി. ഞാൻ കോഫി മാത്രമേ കുടിക്കാറ്, വേറെ ഒന്നും കുടിക്കാറില്ല. എനിക്ക് സമാധാനം മാത്രമാണ് വേണ്ടത്, വേറൊന്നും വേണ്ട. എങ്ങനെ പറയാം? ഐ want nothing but peace. I want nothing but peace. എനിക്ക് സമാധാനം മാത്രമാണ് വേണ്ടത്, വേറൊന്നും എനിക്ക് വേണ്ട. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിൽ മാത്രമാണ് താല്പര്യം, വേറൊന്നും വേണ്ട എന്ന് പറയാനാണ് എന്ത് വയ്ക്കുന്നത്, നത്തിങ് ബട്ട്. നേതർ എക്സാമ്പിൾ. ഷീ സോ നത്തിങ് ബട്ട് സ്നോ. അവൾ സ്നോ മാത്രമാണ് കണ്ടത്, വേറൊന്നും കണ്ടില്ല. ഷീ സോ നത്തിങ് ബട്ട് സ്നോ. ഓക്കെ, ഇനി വേറെ എക്സാമ്പിൾ നോക്കാം. അവൾ ഉറങ്ങുക മാത്രമേ ചെയ്യാറ്, വേറെ ഒന്നും ചെയ്യാറില്ല. ചില കുട്ടികൾ അങ്ങനെയാണല്ലോ. ഷീ ഡസ് നത്തിങ് ബട്ട് സ്ലീപ്പ്. ഷീ ഡസ് നത്തിങ് ബട്ട് സ്ലീപ്പ്. ഇവിടെ നത്തിങ് ബട്ടിന് ശേഷം വേർബ് വയ്ക്കാം, അല്ലെങ്കിൽ നൗൺ വയ്ക്കാം. നേരത്തെ നമ്മൾ പഠിച്ചില്ലേ നത്തിങ് ബട്ട്, എന്നാൽ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് എനിത്തിങ് ബട്ട്. എനിത്തിങ് ബട്ട് എന്ന് പറഞ്ഞാൽ എക്സെപ്റ്റ്, ഒഴികെ, അതൊഴികെ എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചത് നത്തിങ് ബട്ട്, ഒരു കാര്യത്തിൽ മാത്രം നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ ബാക്കിയുള്ളതിലൊന്നുമില്ല. എന്നാൽ എനിത്തിങ് ബട്ട് ആണെങ്കിലോ ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഇല്ല, ബാക്കിയുള്ളതൊക്കെ ഓക്കെയാണ്. അപ്പം നേരെ പഠിച്ചതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണത്. ഒരു എക്സാമ്പിൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് റെഡ് കളറ് മാത്രം ഇഷ്ടമല്ല, ബാക്കി കളറൊക്കെ ഓക്കെയാണ്. എനിക്ക് ഇഷ്ടമല്ല റെഡ്, ബാക്കി ഓക്കെയാണ്. എങ്ങനെ പറയാം? ഐ ലൈക്ക് എനിത്തിങ് ബട്ട് റെഡ് കളർ. ഐ ലൈക്ക് എനിത്തിങ് ബട്ട് റെഡ് കളർ. ഇനി എനിക്ക് പിങ്ക് കളർ മാത്രം ഇഷ്ടമില്ല, അതൊഴികെ ബാക്കി എന്ത് ഇഷ്ടം. ഇങ്ങനെ പറയാം? ഐ ലൈക്ക് എനിത്തിങ് ബട്ട് പിങ്ക് കളർ. ഐ ലൈക്ക് എനിത്തിങ് ബട്ട് പിങ്ക് കളർ. ഇനി അവൾക്ക് വെജിറ്റബിൾസ് മാത്രം ഇഷ്ടമില്ല, ബാക്കിയെല്ലാം അവൾക്ക് ഇഷ്ടം. ഷീ ലൈക്സ് എനിത്തിങ് ബട്ട് വെജിറ്റബിൾസ്. ഷീ ലൈക്സ് എനിത്തിങ് ബട്ട് വെജിറ്റബിൾസ്. മനസ്സിലായല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം മാത്രം ഇഷ്ടമല്ല, അതായത് അതൊഴികെ ബാക്കിയെല്ലാം ഇഷ്ടമാണെന്ന് പറയാനാണ് എന്ത് വയ്ക്കുക, എനിത്തിങ് ബട്ട്. ഇനി അവൻ കുറച്ച് മടിയാണ്, അതൊഴിച്ച് ബാക്കി എല്ലാവനും ഓക്കെയാണ്. ഹീസ് എനിത്തിങ് ബട്ട് ലേസി. ഹീസ് എനിത്തിങ് ബട്ട് ലേസി. ഇവിടെ എനിത്തിങ് ബട്ടിന് ശേഷം ഒന്നുകിൽ നമുക്ക് നൗൺ വയ്ക്കാം, അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നത്തിങ് ബട്ട് ആൻഡ് എനിത്തിങ് ബട്ട്. നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് എവ്രിതിങ് ബട്ട് എന്ന് പഠിക്കാം. എവ്രിതിങ് ബട്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഐ ഹോപ്പ് യു പ്രാക്ടീസ് വെൽ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. Please don't forget to subscribe, like and share my channel. See you in the next video.